2026 പുതുവത്സരത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഗ്രൗണ്ട് സീറോയുടെ ഊഷ്മളമായ പുതുവത്സരാശംസകൾ നേരുന്നു. 2025 നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം 2026 ഞങ്ങൾ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കുതിപ്പിലാണ് ഇപ്പോൾ രാജ്യത്തെ കോൺഗ്രസ്. രാഷ്ട്രീയ യുദ്ധമുറകളിൽ ധർമ്മപക്ഷത്തു നിന്നും അധർമ്മത്തിൻ്റെ വർഗീയ രാക്ഷസന്മാരെ തിളക്കാനായി ധർമ്മയുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ 11 വർഷം കൊണ്ട് ദുസ്വാതന്ത്ര്യത്തിൻ്റെ വിഷപ്പുകയേറ്റ ജനം കോൺഗ്രസിന് പിന്നിൽ ഇപ്പോൾ അണിനിരക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന യോദ്ധാവിൻ്റെ മുന്നേറ്റം രാജ്യത്ത് കോടിക്കണക്കിന് ജനത്തിന് ആവേശവും ആഹ്ലാദവുമാകുമ്പോൾ രാജ്യം മാറ്റത്തിൻ്റെ സുവർണ പാതയിലേക്ക് കടന്നു കഴിഞ്ഞു. ഓരോ സംസ്ഥാനങ്ങളായി കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇപ്പോൾ. ഈ തേരോട്ടം വരും കൊല്ലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ ഭരണം കോൺഗ്രസ് പിടിച്ചടക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാജ്യത്തെ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു മുന്നേറ്റത്തിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നയം സ്വീകരിച്ച് BJP ന്യൂനപക്ഷങ്ങളെ അടക്കം വേട്ടയാടൽ തുടരുകയാണ്. കന്യാസ്ത്രീകൾക്ക് നേരെയും ക്രിസ്തീയ പുരോഹിതർക്ക് നേരെയും ക്രിസ്തീയ ആചാരങ്ങളിൽ ഇടിച്ചു കയറിയും ഇപ്പോൾ ഇതാ ക്രിസ്മസ് കരോളിന് നേരെയുമൊക്കെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ. ഇത്തരം കാര്യങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ആസാം പോലുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് വർഗീയ അജണ്ട BJPയെ പ്രതിക്കൂട്ടിലാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആസാമിൽ ഹേമന്ത് ബിശ്വ ശർമ്മ നേതൃത്വം നൽകുന്ന സർക്കാരിന് ഇത് വൻ തിരിച്ചടിയാകും. ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ആസാമിൽ നടത്താൻ പോകുന്നു എന്നാണ് ആസാമിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഗൗരവ് ഗൊഗോയി അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. കേരളത്തിലും സ്ഥിതി മറ്റൊന്നാകില്ല. ഇവിടെ പിണറായി വിജയൻ സർക്കാരും CPM നേതാക്കളും മുസ്ലിം വിഭാഗത്തിനെ താറടിച്ച് കാണിച്ച് നടത്തിയ പ്രസ്താവനകൾ ആരും മറന്നിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് CPMഉം സർക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ സാമുദായിക സംഘടനകളുടെ പക്ഷം ചേരലിനനുസരിച്ചായിരിക്കും ഭരണം പിടിക്കാൻ സഹായമാകുന്ന നിർണായക ഘടകം ഉരുത്തിരിഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ 2 ടേമിൽ ഭരണം നടത്തുന്ന സർക്കാരിന് ഭരണവിരുദ്ധത രൂക്ഷമായതുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാനാണ് പോകുന്നത്. എല്ലാ ഘടകവും ഒത്തുചേരുമ്പോൾ കേരളത്തിൽ LDFൻ്റെ നില പരിങ്ങലിലാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് UDF തങ്ങളുടെ നില ഭദ്രമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊണ്ടുവന്ന പ്രോജക്റ്റ് 64 ഫോർമുലയും വാർ റൂമും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കമുള്ളവർ താഴെത്തട്ട് മുതൽ സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന രീതിയുമൊക്കെ പുതിയ മാറ്റത്തിലേക്ക് വഴിവെക്കുകയാണ്. അതുകൂടാതെ ഇതര കക്ഷികളുടെ വിജയവും കൂടി ചേരുമ്പോൾ 110 മുകളിൽ എന്ന ചരിത്രം UDF ഇവിടെ ആവർത്തിക്കും. പശ്ചിമ ബംഗാളിലാവട്ടെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് മോദിയെയും BJPയെയും തകർക്കാനുള്ള തന്ത്രങ്ങളിലാണ്. തമിഴ്നാട്ടിൽ DMKയുടെ സഖ്യം തുടരാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പുതുച്ചേരി തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സമൂലമായ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിന് പുതുച്ചേരി എന്നത് ഇന്ന് അതിജീവനത്തിൻ്റെ ലക്ഷ്യമാണ്. അവിടെ തിരിച്ചു വന്നേ മതിയാകൂ കോൺഗ്രസിന്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ മുന്നേറ്റത്തോടൊപ്പം രാജ്യത്തെ മുഴുവനായി മുന്നേറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന വിലയിരുത്തലിൽ എത്തിയിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കൾ ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും പര്യടനം നടത്താനുള്ള തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ ഇപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർന്ന സാഹചര്യവുമാണ്. 2014 ശേഷം 2019 മുതൽ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് ശക്തനായ ഒരു എതിരാളി ഉയർന്നു വന്നതിൽ BJP ആശങ്കയിലാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഭരണഘടനാപരമായി 2014 പൂർണ്ണമായി നിഷേധിക്കുകയും എന്നാൽ 2014 തന്നെ ഈ നിഷേധങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് തലയെടുപ്പോടെ അവകാശങ്ങളെ ഉയർത്തി നിഷേധങ്ങൾക്കെതിരെ പോരാടിയും തുടങ്ങിയപ്പോൾ മോദി ശരിക്കും ഭയപ്പെടുക തന്നെയായിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ പിടിവള്ളിയാകുകയും പ്രതിപക്ഷ പാർട്ടികളെ മുഴുവനായി ഒന്നിച്ചു നിർത്തി സർക്കാരിനെ നിശിതമായി വിമർശിച്ച് പ്രതിരോധം തീർക്കുകയും ചെയ്തു. പലപ്പോഴും വോട്ട് കൊള്ളയും SIRും വഖഫ് ബില്ലും CIAയും അദാനി മോദി ബന്ധവും
BJP ഫണ്ട് ശേഖരണവും രാജ്യസുരക്ഷാ വീഴ്ചയും ട്രംപിൻ്റെ കടന്നുകയറ്റവും തീരുവായുദ്ധവും വർഗീയ പ്രസരണവും ന്യൂനപക്ഷ പീഡനവും ഇന്ത്യൻ ചരിത്രം നീക്കലും അടക്കം BJPയുടെ ഭരണത്തിൽ രാജ്യം നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികൾ ഉയർത്തി രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് കോൺഗ്രസിന് പുതിയ ഓളം തീർക്കാൻ കഴിഞ്ഞു. രാജ്യത്തിന് പുറത്ത് വിദേശ രാജ്യ സന്ദർശന വേളയിൽ അടക്കം രാഹുൽ ഗാന്ധി രാജ്യകാര്യങ്ങൾ ഉയർത്തി സംസാരിച്ചത് മോദിയെ പൊള്ളിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പാർലമെന്റിനടക്കം ഉയർത്തിയ RSSന്റെ നയങ്ങളെ ഏറ്റവും ഹീനമാണ് എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തിനകത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസിൽ RSSനെതിരെയും മോദിക്കെതിരെയും വന്ന മുൻ പേജ് ലേഖനം. വർഗീയമായുള്ള മുന്നേറ്റം ഇന്ത്യയുടെ യശസ് തകർത്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശകലനം ചെയ്തത്. രാഹുൽ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് തെളിയുന്നതാണ് ഇതൊക്കെ. ഇപ്പോഴിതാ രാജ്യത്ത് നടപ്പിലാകുന്ന സാമ്പത്തിക നയം ഇപ്പോൾ 2000 ലക്ഷം കോടിയിലേക്ക് ഇന്ത്യയുടെ പൊതുകടം വർദ്ധിച്ചിരിക്കുകയാണ്. പ്രതിവർഷം ആളോഹരി കടം പെരുകുന്നു എന്നതാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെ രാജ്യം ആശങ്കയിലൂടെ പോകുമ്പോഴാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നതാണ് എന്ന് മൻമോഹൻ സിംഗിനോട് രാജ്യം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതും അറിയേണ്ടത്. ഇങ്ങനെ രാജ്യഭരണം അപജയങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവുമായി കിതയ്ക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നിയോഗമാവുകയാണ് രാജ്യത്ത് ഭരണത്തിൽ കയറുക എന്നത്. ശിഥിലമായ ഛിന്ന ഭിന്നമായ രാജ്യകാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ കോൺഗ്രസ് പിടിമുറുക്കുമ്പോൾ പ്രതീക്ഷയോടെയാണ് ജനം അതിനെ നോക്കിക്കാണുന്നത്. വരുന്ന 5 സംസ്ഥാന തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറം പിടിച്ചടക്കുക എന്ന നയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. രാജസ്ഥാനിലും തെലങ്കാനയിലും മുന്നേറ്റം നടത്തിയ കോൺഗ്രസിന് മുന്നിൽ ഇനി ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല. അതിനുവേണ്ടി അഹോരാത്രം ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി മുന്നേറ്റം നടത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി വരികയാണ് ഇപ്പോൾ. ഇതിനോടൊപ്പമാണ് കേരളത്തിൽ ഉൾപ്പെടെ തലമുറ മാറ്റത്തിനായി പാർട്ടി ഒരുങ്ങുന്നത്. ഇതിനനുസൃതമായി തന്നെയാണ് VD സതീശൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ പകുതിയോളം തന്നെ യുവാക്കളും വനിതകൾക്കും മാത്രമായി മാറ്റിവെക്കുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ BJPക്ക് കാര്യമായ ഇടിവ് തട്ടുന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം തന്നെയാണ്. എങ്കിലും ആസാമിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി കോൺഗ്രസ് പിടിമുറുക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിൽ കലാശിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും BJPയുടെ ജനദ്രോഹപരമായ നീക്കവും കോൺഗ്രസിന് വെള്ളവും വളവും ആകുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാജ്യത്ത് നിർണായക നീക്കത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യ മുന്നണിയുടെ അതിപ്രധാന നീക്കം രാജ്യത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾക്ക് പുതിയ മാനം നൽകും. BJPയുടെ വർഗീയ അജണ്ടയ്ക്ക് മേൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉണരും. അങ്ങനെയെങ്കിൽ ഈ പുതുവർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റത്തിന് വഴി തെളിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.